ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടി ദശമസ്കന്ധം നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും മനോഹാരിതമായിട്ടുള്ള ഭഗവാന്റെ ബാലലീലകള്, നന്ദഗോപരുടെ അല്ലെങ്കിൽ യശോദയുടെ ഒക്കെ മഹാഭാഗ്യത്തെ കുറിച്ചൊക്കെ ഗോപി ഗോപന്മാര് എന്നും പറഞ്ഞ് ആനന്ദിക്കുന്നു. അതിലും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഈ ഒരു അമ്പാടിയില് അടുത്ത് വന്ന് ജനിക്കാൻ സാധിച്ചത്, ഈ ഉണ്ണികളെ നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചതൊക്കെ ഭാഗ്യമെന്ന് ഗോപി ഗോപന്മാർ പറയുന്നത് പോലെ നമ്മളും അല്ലെ ഒരു 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആ ബാലലീലയിലൂടെ പോകുന്നു. എന്തായാലും വീണ്ടും നമുക്ക് അമ്പാടിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇന്നലെ നമ്മള് ഭഗവാന് നാമകരണങ്ങൾ കിട്ടിയതും ഗോപി ഗോപന്മാര് ചോദിച്ചു, അല്ല യശോദമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം, അന്തന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ആ ദ്രോണരുടെയും ധരാദേവിയുടെയും ഒക്കെ കഥ പറഞ്ഞ് അവരാണ് പിന്നീട് ഈ നന്ദഗോപരായിട്ടും ധരാദേവി യശോദയായിട്ടും ഒക്കെ പിന്നീട് ജനിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇതാ അവിടെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ഉണ്ണി ഓരോരോ ലീലകള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും യശോദ എത്ര ലീലകളായി. പൂതനാമോക്ഷം അല്ലേ, അതുപോലെ തന്നെ തൃണാവർത്തൻ, ശകടാസുരൻ, തൃണാവർത്തൻ, ഇങ്ങനെ ഓരോരോ ലീലകൾ ഇങ്ങനെ സ്വയം ആ യശോദാമ ആനന്ദിക്കുകയാണ്. ധാരാളം ഗോപികമാർ അവിടെ ദാസിമാരായിട്ട് കൊട്ടാരത്തിലുണ്ട്. എങ്കിൽ പോലും ഇനി ഈ കണ്ണനെ കുറിച്ചുള്ള വാർത്ത അല്ലെ, ഓരോരുത്തർ വന്ന് എന്തൊരു ഇതായിട്ടാ പറയുന്നത്, കണ്ണൻ മോഷ്ടിക്കുന്നു. ഏതെങ്കിലും ഒരു അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ മകൻ മോഷ്ടാവാണെന്ന്? സത്യത്തിൽ അവരുടെ പറയുന്നതില് ഉള്ള ഭക്തി കൊണ്ട് മാത്രമാണ് യശോദയ്ക്ക് യാതൊരു വിഷമവും ഉണ്ടാവാത്തത്. ഗോപികന്മാരാണെങ്കിലും യശോദയുടെ അടുത്ത് വന്ന് കണ്ണൻ വരാൻ വേണ്ടിയിട്ട്, കണ്ണനെ ഒന്ന് ചൊടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഈ ഒരു കുറ്റങ്ങളൊക്കെ ഞങ്ങൾ വന്ന് പറയുന്നതെന്നേ വിചാരിക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നതുകൊണ്ട് മാത്രമാണ് യശോദാമ അതില് വിഷമിക്കാത്തത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ മകൻ കള്ളനാണ് എന്ന് പറഞ്ഞ് പലരും വന്ന് മുറ്റത്ത് വന്ന് ഇവിടെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആർക്കാ വേദന ഉണ്ടാവാതിരിക്കുക? അപ്പം ഇങ്ങനെയുള്ള ഇനി ഈ ഒരു മോഷണ ശ്രമവും അതുപോലെ തന്നെ ഈ ഒരു ആർത്തിയും ഒന്നും ഇനി ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് യശോദാമ എന്ത് ചെയ്തു? ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. ഇത്രയും കാലം അവിടെ എന്ത് ജോലികളുണ്ടെങ്കിലും ആ രാജ്ഞിയായിട്ടുള്ള യശോദാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ തോഴിമാരോട് പറഞ്ഞു ചെയ്യിക്കാനുള്ളതേ ഉള്ളൂ അവിടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇന്ന് തീരുമാനിച്ചു ഇനിയിപ്പം ഈ തോഴിമാര് അല്ലെങ്കിൽ ദാസിമാര് അവരെടുത്തതായിട്ടുള്ള വെണ്ണയ്ക്ക് ഉള്ള ഒരു എന്തെങ്കിലുമൊക്കെ ദുർഗുണങ്ങൾ സംഭവിച്ചിട്ടാണോ ഇനി ഉണ്ണി അത് സ്വീകരിക്കാത്തത്? അല്ലെ, അമ്മയുടെ കയ്യിൽ നിന്ന് തരുന്ന പോലെ ആവുമോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്? അപ്പം യശോദ തീരുമാനിച്ചു, ഇനി എന്റെ സ്വാദ് ഞാൻ ഉണ്ണിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാല് ഇനി വേറെ എവിടെയും പോയില്ല. വെണ്ണ എടുക്കാനോ പാലെടുക്കാനോ തൈരെടുക്കാനോ ഒന്നും ഇനി എവിടെയും പോവുകയില്ല എന്നുള്ളത് നിശ്ചയിച്ചുകൊണ്ട് കർമാന്തര നിയുക്താസു മറ്റുള്ളവരെയൊക്കെ ഓരോരോ ജോലികൾ ഏൽപ്പിച്ചു. ഗോപികമാരെയൊക്കെ ഓരോരോ ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് ആ അമ്മ ദാ ഉണ്ണിക്ക് വേണ്ടിയിട്ട് എങ്ങനെ എൻ്റെ ഉണ്ണിക്ക് ഞാനല്ലാതെ ആരാ കൊടുക്കുക? ഞാൻ കൊടുക്കുന്നിടത്തോളം ശുദ്ധമായിട്ടുള്ള ഒരു വെണ്ണ ആർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാശിക്ക് ഈ നൈവേദ്യമായിക്കൊണ്ട് ഇത്രയും കാലവും എങ്ങനെയാണ് സാധാരണ യശോദ ചെയ്യാറ്? ഉണ്ണി എടുത്ത് മടിയിൽ വെക്കും, കുറച്ചു നേരം ധ്യാനിക്കും. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടോ നേരെ ആ തൻ്റെ ഉള്ളിലുള്ള എല്ലാ അല്ലെ ശുദ്ധ മനസ്സോട് കൂടിയിട്ടുള്ള ആ രക്തം ധവളപ്രകാശ ഒരു ശുദ്ധതയുടെ അല്ലെ നിറമായിട്ടുള്ള ആ വെളുത്ത നിറത്തിലൂടെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ ശുദ്ധതയും ആ ഉണ്ണിക്ക് നൈവേദ്യമായിട്ട് സ്തന്യപാനത്തിലൂടെ കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഈ ഒരു നൈവേദ്യം കൊടുക്കുവാൻ വേണ്ടിയിട്ടെന്നുള്ള ഒരു ശ്രമത്തിലൂടെ സദാസമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന യശോദാമ ഇതാ അവിടെ സ്വയം തൈര് കടയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു നല്ലൊരു വാങ്മയ ചിത്രമാണ് വേദവ്യാസ മഹർഷി അവിടെ
കാണിച്ചു തരുന്നത്. ക്ഷൗമം വാസ പൃഥുകട്ടിതടേ ബിഭ്രതി സൂത്രനർത്ഥം പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ജസുഭ്രൂ രജ്വാകർഷശ്രമഭുജലൽ കങ്കണൗ കുണ്ടലേ ച ചിഹ്നം വക്ത്രം കപരവികലൻ മാലതീ നിർമ്മമന്ധ. കണ്ണനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. തലേ ദിവസം കിടക്കുമ്പോഴും അല്ലെ, ആ ഉണ്ണിയുടെ കൂടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദത്തില് അപ്പുറത്തേക്ക് ആഹാരം പോലും ചിലപ്പോൾ വിട്ടുപോകും. കണ്ണന് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കിടക്കുമ്പം കണ്ണന്റെ ഉറക്കം വരുന്നതനുസരിച്ച് ആ ഒരു ആനന്ദത്തിൽ നിന്ന് മാറാതിരിക്കുവാനായിട്ട് ആഹാരം പോലും ഒഴിവാക്കിക്കൊണ്ട് കണ്ണന്റെ കൂടെ കിടക്കുന്ന ആ യശോദാമ വലിയ ഒരു വീരാളി പട്ടൊക്കെ കൊടുത്തു. ക്ഷൗമം വാസ പൃഥുകട്ടിതടേ ബിഭ്രതി സൂത്രനദ്ധം. അതിന്റെ മുകളിലായിട്ട് പൊന്നരഞ്ഞാണം, നല്ല ഭംഗിയായിട്ടുള്ള പൊന്നരഞ്ഞാണം അവിടെ ആ സ്ഥൂലിച്ചതായിട്ടുള്ള അരക്കെട്ടിന് ഉപരിയായിക്കൊണ്ട് ആ പൊന്നരഞ്ഞാണം കെട്ടി ഉറപ്പിച്ചു. പിന്നെയോ പുത്രസ്നേഹസ്നുതകുജയുഗം ജാതകമ്പം ജസുഭ്രൂ. അങ്ങനെ ആ നിലത്തിരുന്ന് കയർക്കുടത്തിലെ ആ കടകോലിനെ ഒരു കുറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കയർ കൊണ്ട് ബന്ധിച്ച് ഇരു കൈ കൊണ്ട് മാറി മാറിക്കൊണ്ട് ആ തൈര് കടയുവാൻ വേണ്ടിട്ട് ഇരിക്കുന്ന ആ ഒരു രംഗം എങ്ങനെയാണ്? രജ്വാകർഷശ്രമഭുജലൽ കങ്കണൗ കുണ്ടലേ ചാസ്വിന്നം വക്ത്രം കപരവികലൻ മാലതീ നിർമ്മമന്ധ. ആ ശരീരം നല്ല തടിച്ച ശരീരമായിട്ടുള്ള യശോദ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ആ രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ട് മാറും. കയറ് വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ശരീരഭംഗി, കോട്ടങ്ങൾ ഉണ്ടാകുന്ന ആ ശരീരഭംഗി, അതുപോലെ തന്നെ കാതിൽ ധരിച്ചിട്ടുള്ള മകരകുണ്ടലങ്ങള്, മാലകള് പലതും ധരിച്ചിരിക്കുന്നു. രത്നങ്ങളെ കൊണ്ടും മണിമാലകളും രത്നമാലകളും ഒക്കെ ആയിട്ട് പലതും ധരിച്ചിരിക്കുന്നു. അപ്പം ഈ ശരീരം ഇങ്ങനെ ആകുമ്പോഴേക്കും ഇതിന്റെ ഈ ഒരു ശബ്ദം, ആ കുണ്ടലങ്ങളുടെ ഒരു ശബ്ദം, നൂപുരങ്ങള്, ആ താഴെ ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലുകളിൽ നിന്ന് നൂപുരങ്ങളുടെ ശബ്ദം, ഇങ്ങനെ ഈ ഓരോ കുണ്ടലങ്ങള്, അതുപോലെ ആ കയർ വലിക്കുമ്പോഴേക്കും തന്റെ മുഖത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള വക്ത്രം കപരവികലൻ മാലതീ നിർമ്മം, ആ മുഖത്ത് വിയർപ്പ് തുള്ളികള് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഭീഷ്മസ്തുതിയിലെ ഭീഷ്മർ ഭഗവാനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെ, ആ ചേറിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ചെളികള് തന്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെയുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആ വേർപ്പ് തുള്ളികൾ വന്ന് ആ മുഖത്തേക്ക് അങ്ങൊന്ന് വീഴുന്നത് ആ സൗന്ദര്യത്തിന് ആക്കം കൂട്ടി ആ യശോദയുടെ. അങ്ങനെ ശരീരം ചലിച്ചുകൊണ്ട് ഈ അതുപോലെ തന്നെ ആ മുടി പൂർണ്ണമായിട്ടും കെട്ടിവെച്ച അതിൽ നിറച്ച് മുല്ലമാലകള് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുല്ലമാലകൾ ഓരോന്നായിട്ട് രാഗതാള ലയത്തോടുകൂടി മാലകള് താഴെ വീണുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിട്ടുകൊണ്ട് അമ്മ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. അവിടെ കണ്ണൻ ചെയ്തതായിട്ടുള്ള ഓരോരോ ലീലകള്, പണ്ടൊക്കെ നമ്മൾ വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ കവിതകൾ എഴുതും എന്ന് പറഞ്ഞാലാണ് ഗോപന്മാരും ഗോപികമാരും ഒക്കെ കണ്ണനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാനോ എഴുതാനോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഗീതികളാക്കി മാറ്റി അവിടുത്തെ കണ്ണന്റെ കഥകൾ മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് ഉള്ള കീർത്തനങ്ങൾ മുഴുവൻ അതിങ്ങനെ പാടിക്കൊണ്ട് ഈ നൂപുരങ്ങളുടെയും കുണ്ടലങ്ങളുടെയും ഒക്കെ താളമേളങ്ങളോടുകൂടി അങ്ങനെ സുഖമായിട്ട് രമിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെയാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് പ്രവൃത്തിയിലും അത് ഈശ്വരാംശത്തെ ഘടിപ്പിക്കുക. ഇവിടെ ഇപ്പോ കണ്ണനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നും ആ യശോദാമയ്ക്കില്ല. കണ്ണന്റെ ആ ബാലചരിത അല്ലെ, യാനി യാനി ച ഗീതാനി തദ് ബാലചരിതാനി ച,
അല്ലെ, തൻ്റെ ആ ഉണ്ണിയുടെ ചരിത്രങ്ങൾ മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ആ കീർത്തനങ്ങളും പാടിക്കൊണ്ട് അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഭഗവാൻ പതിവിലും നേരത്തെ ഓരോരോ കണക്കുകൂട്ടലുകളുണ്ട് അല്ലെ, കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ഇന്ന് ഭഗവാൻ എന്ത് ചെയ്തു, നേരത്തെ എഴുന്നേറ്റപ്പോ നോക്കിയപ്പോഴത്തേക്കും ദാ അമ്മ അടുത്ത് കിടക്കുന്നില്ല. വല്ലാണ്ട് ദേഷ്യം വന്നു, ശരിക്ക് വിഷമമായി. അവിടുന്ന് ഒരുക്കി കുണ്ടലങ്ങളൊക്കെ ധരിച്ച് ആ ഓടക്കുഴല്, പമ്പരം ഇതൊക്കെ കൈ പിടിച്ചോണ്ട് കിടന്നതായിട്ടുള്ള ആ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്, മയിൽപ്പീലി ധരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉടുത്ത് കിടന്നതായിട്ടുള്ള ആ കണ്ണൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്മയെ കാണാതെ വന്നിട്ട് ദേഷ്യമായി. അവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് മുമ്പിലോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മ ഇവിടെ ഗംഭീരമായിട്ട് തൻ്റെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അമ്മ ഇതാ ഗംഭീരമായിട്ട് ആ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കുറച്ചു നേരമൊക്കെ ഉണ്ണി കേട്ടു നിന്നു അമ്മയുടെ ആ പാട്ടുകളൊക്കെ. കാരണം എന്താണ്, തന്നെ കുറിച്ച് തന്നെയാണ് അവിടെ പാടുന്നത്. കുറച്ചു നേരം കേട്ടൊക്കെ ഒന്ന് പുറകെ ചെന്നങ്ങോട്ട് ആ അമ്മയെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. കുറച്ചു നേരം കെട്ടി അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യശോദാമ്മയ്ക്ക് മനസ്സിലായി, എന്തായാലും കണ്ണൻ ഇന്ന് കുറച്ച് കുറുമ്പിലായിരിക്കും വരുന്നത്. കാരണം സാധാരണ അങ്ങനെയല്ല പതിവ്, അവിടെ ചെന്ന് കൂടെ കിടന്ന് അല്ലെ ഉണർത്തുക പതിവ്. ഇന്ന് അങ്ങനെയല്ല, തന്നെ ഉണർന്ന് അല്ലെ. അപ്പൊ തന്നെ ഉണർന്നു തന്നെയല്ല, അമ്മയെ കാണുന്നില്ല, കാണാതെ വന്നപ്പോ ഇവിടെ വന്നു, ഇപ്പൊ ദേഷ്യപ്പെട്ടായിരിക്കും വരവെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് യശോദാമ്മ അങ്ങനെ ആ പാട്ടിലൂടെ ആ താളത്തിലൂടെ ഭഗവാനും അതെ ആ പുറത്ത് ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് ആടിക്കൊണ്ടിരുന്നു. യശോദാമ്മ പാടുന്നതിനനുസരിച്ച് അല്ലെ ആ കണ്ണനും ആടിക്കൊണ്ടിരുന്നു. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി എന്തായാലും കണ്ണാ നിനക്കുള്ള വെണ്ണ തന്നെയാണ്, ഇത് കഴിഞ്ഞിട്ടാവാം എന്നുള്ളൊരു ഭാവം ആണോ യശോദാമ്മ അവിടുന്ന് വീണ്ടും തൈര് കടയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, സമംഗമാരൂഢമപായസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേന സായയാ ഉത്സിച്യമാനേ പയസിദ്ധ്യുതിശ്രിതേ. അവിടുന്ന് വന്ന് ആ എന്താണ് തൈര് കടഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ആ കട്ടകോലയിലേക്ക് അങ്ങോട്ട് പിടിച്ചു. കാരണം ഇത്രയും അമ്മ പാടിക്കൊണ്ടിരുന്നത് ആരെക്കുറിച്ചാണ്, എന്നെ കുറിച്ചാണ് അല്ലെ. ആ ഞാൻ മുമ്പിൽ വന്നിട്ടും ഒരനക്കവും ഇല്ലെങ്കിൽ അമ്മ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ സംജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യതഭിർദധിമന്ദഭാജനം ഭിത്വാമൃഷാശ്രുദൃശദശ്മനാരഹോ ജഖാസഹയ്യംഗവമന്തരം ഗതാ. അപ്പൊ അവിടെ നമ്മൾ കയ്യെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യശോദാമ്മയ്ക്ക് മനസ്സിലായി ഉണ്ണി ഇനി ആ ഉണ്ണിയെ എടുത്തു. അതെല്ലാം മാറ്റി വെച്ചു, കയറൊക്കെ മാറ്റി വെച്ച് ഉണ്ണിയെ എടുത്ത് ആ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ ഉണ്ണിയുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പതിവ് പോലെ ഉള്ള ആ ഒരു സുന്ദര രൂപം ആ കണ്ണങ്ങോട്ട് വിടർത്തുമ്പോഴേക്കും, ആ കടാക്ഷം താമരക്കണ്ണങ്ങോട്ട് വിടർത്തുമ്പോഴേക്കും ആ കൃഷ്ണമണിയിലൂടെ ദാ തന്നെ കാണാൻ സാധിക്കുന്നു യശോദാമ്മയ്ക്ക്. യശോദാമ്മ കാണുമ്പോഴോ ഇനി കണ്ണൻ എങ്ങനെയാണ്, കണ്ണൻ തന്നെ ആ യശോദാമ്മയുടെ കൃഷ്ണമണിയിലൂടെ തന്നെ കണ്ടിങ്ങനെ ആസ്വദിക്കുക. ഇങ്ങനെ കുറച്ചു നേരത്തേക്കുള്ള ആ പതിവ് ധ്യാനം അവിടെ ആരംഭിച്ചു. അങ്ങനെതാ കണ്ണനെ എടുത്ത് ആ മൂർധാവിൽ ചുംബിച്ചു, ആ മാറോട് അങ്ങോട്ട് ചേർത്തു. ആ ഒരു ബ്രഹ്മാനന്ദം, ആ ബ്രഹ്മാനന്ദത്തില് ആ ഉണ്ണിക്ക് തന്റെ ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു നൈവേദ്യം ആദ്യം തന്നെ ഇതാ സ്തന്യപാനം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അടുക്കളയിൽ വെച്ചതായിട്ടുള്ള പാലിന്റെ കഥ ഓർത്തത്. പാല് ഇപ്പൊ പൊങ്ങി പോകും എന്നുള്ളൊരു അവസ്ഥ എത്തിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി പതുക്കെ എന്ത് ചെയ്തു, കണ്ണനെ പതുക്കെ എടുത്ത് താഴോട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് നേരെ ആ പാലെടുക്കുവാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കാണ് എന്തായി കണ്ണൻ ഉണ്ടായതായിട്ടുള്ള ഒരു വിഷമം. സംജാതവേപധൂ, അവിടെ ആ സംജാതകോപ സ്ഫുരിതാരുണാധരം, ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് ആ ചുണ്ടൊക്കെ അങ്ങോട്ട് കട്ടിച്ചു പിടിച്ച് വിറച്ച് അവിടെ നിന്നു. എന്താ അമ്മ ഇപ്പൊ ഇത്രയും നേരം, കാരണം ഈ നമുക്കൊക്കെ അറിയാം നമ്മൾ നല്ലൊരു ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണത്. ഈ ഒരു ആനന്ദം യശോദയ്ക്കും കണ്ണനും ഈ ഒരു സമയത്തല്ലാതെ വേറെ സമയത്തില്ല. ഈ ഒരു സ്തന്യപാനത്തിന്റെ സമയത്തല്ലാതെ യശോദയ്ക്കും കണ്ണനും വേറൊരു ധ്യാനമില്ല. അപ്പം ഇങ്ങനെ ധ്യാനം ചെയ്ത് ലയം ഒന്ന് ധാരണ, ധ്യാനം, സമാധി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അമ്മത അവിടെ താഴെ നിർത്തിയിട്ട് അമ്മ പോയത്. ആ അമ്മയുടെ ആ വാത്സല്യം ഒഴുകുന്നതായിട്ടുള്ള ആ തിരുമുഖത്തുള്ള അമ്മയുടെ കണ്ണുകളിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ആനന്ദത്തിന് ഒരു ഭംഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഭഗവാൻ അവൻ നിൽക്കാൻ പറ്റിയില്ല, ദേഷ്യം വന്നു. ചുണ്ടൊക്കെ അങ്ങോട്ട് കട്ടിച്ചു പിടിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ, അമ്മയ്ക്ക് എന്നെക്കായാലും വലുത് ഈ പാലാണ് എന്നുള്ളൊരു രീതിയിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, അവിടെ ആ തൈര് കടഞ്ഞു കുറച്ച് ആയിട്ടുണ്ട്. ആ കൊള്ള വെണ്ണ എടുത്ത് കയ്യിൽ എടുത്തു. ബാക്കി എന്തായി, ഒരു ഇവിടെ പറയുന്നത് എന്താണ്, അശ്മനാരഹോ, കല്ലുകൊണ്ടെടുത്ത് പൊട്ടിച്ചു ആ എന്താണ് കലം. അതിപ്പം മൺകലാകാം, അല്ലെങ്കിൽ വെള്ളിക്കലാകാം, അല്ലെ സ്വർണ്ണക്കലാകാം. ഇപ്പം യശോദയുടെ അടുത്തൊക്കെ സ്വർണ്ണക്കലായിരിക്കും ചിലപ്പം. അപ്പൊ അതൊക്കെ ഒന്നും നമുക്ക് ചിലപ്പം ഈ പട്ടേരിപ്പാട് പറയുന്ന പോലെ ഈ എന്താണ് കടകോല് കൊണ്ട് ചിലപ്പോൾ തട്ടിയാൽ പൊട്ടുകയില്ല. അതുകൊണ്ടായിരിക്കാം വേദവ്യാസ മഹർഷി ഇവിടെ അശ്മനാരഹോ, കല്ലെടുത്ത് അങ്ങ് പൊട്ടിച്ചു. പൊട്ടിച്ച് അവിടെ മുഴുവൻ തൈര് പ്രളയം. കിട്ടിയതായിട്ടുള്ള വെണ്ണയും കയ്യിൽ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പുറത്തേക്ക് പോയാൽ എങ്ങനെയാ, ഇനി അമ്മ വന്നു കഴിഞ്ഞാല് തന്നെ കണ്ട എന്തായാലും ശുണ്ഠി എടുക്കും എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ഇനി വന്ന് കണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ കുറച്ചു നേരത്തേക്ക് ഒരു സ്വാധീനം കിട്ടാൻ തന്നെ കുറച്ചൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ആ ദേഷ്യത്തിന്റെ ഒരു ചൂട് കുറയും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എന്താ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കി. ഇനി എതിരെ പോകുന്നതെന്ന് അറിയണ്ടെന്ന് വിചാരിച്ച് 4 ഭാഗത്തേക്ക് അങ്ങോട്ടൊന്ന് നൃത്തം ചെയ്തു. ആ തൈരിനകത്ത് കുറച്ചു നേരം നൃത്തം ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാല് 16ാമത്തെ അധ്യായത്തിൽ നൃത്തം ചെയ്യേണ്ടതാണ് കാളിയന്റെ മുകളില്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു നെയ്പരുവമാണ്, അല്ലെ? നെയ്യും ആയിട്ട് കുഴഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നൃത്തം ചെയ്തൊന്ന് ശീലിക്കുകയാണോ കണ്ണൻ ചെയ്യുന്നത് എന്നറിയില്ല. എന്തായാലും അവിടുന്ന് നേരെ 4 ഭാഗത്തേക്ക് ഓടി പുറത്തേക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും യശോദ നന്ദഗോപര് കണ്ണന് കളിക്കാൻ വേണ്ടി നല്ലൊരു ഉരലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഉരലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കണ്ണൻ ഉരലിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാല് ധാരാളം ആൾക്കാർ അവിടെ വന്ന് കൂടും. അവിടെ വലിയൊരു സമ്മേളനമാണ്. എന്തേ സമ്മേളനം എന്ന് പറയാൻ കാരണം കണ്ണൻ ഉരലിന്റെ അടുത്ത് വന്നിരിക്കുന്നത് വെണ്ണയും പാലും ഒക്കെ എല്ലാവർക്കും കൊടുക്കാനാണെന്നുള്ളൊരു അടയാളം എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ ആ ഉരലിനകത്ത് നിറച്ച, അതുകൊണ്ട് വെറുതെ ഉരലിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഉരലിനകത്തേക്ക് കൊണ്ടുപോയി നിറച്ച് കൊണ്ടുപോയതായിട്ടുള്ള വെണ്ണയൊക്കെ അവിടെ നിറച്ച് അവിടെ വന്നിട്ടുള്ള കുരങ്ങന്മാരും അതുപോലെ തന്നെ തത്തയും അതുപോലെ കാക്കയും അതുപോലെ പൂച്ചയും ഒക്കെ അവിടെ വന്ന് അവർക്കൊക്കെ ഇങ്ങനെ വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗം. ഇവിടെ യശോദാദേവി അടുക്കളയിൽ നിന്ന് വേഗം വന്നു. ഇനി കണ്ണന് വിഷമാണ്ടാന്ന് വിചാരിച്ചു വേഗം പാലൊക്കെ എടുത്തു വെച്ചിട്ട് വേഗം ഇവിടെ വന്നു. അവിടെ ചെന്നപ്പോഴോ പാല് പൊങ്ങി മുഴുവൻ പോയി. പാലും കിട്ടിയില്ല. കണ്ണന്റെ ദേഷ്യം ഒന്ന് വേറെ. ഇതാണ് നമ്മൾ ധരിച്ചോളുക, നമ്മളുടെ മുമ്പിലേക്ക് കണ്ണൻ വന്ന് അല്ലെ ഒരു താക്കീത് ആദ്യം ചെയ്തു. അമ്മ ആദ്യം ആ കടകോല കൊണ്ട് വീണ്ടും തൈര് കലക്കാൻ തുടങ്ങിയപ്പോ അമ്മ അതാണോ ഞാനാണോ വലുത്, അമ്മ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചു. അവിടെ കൈക്ക് കയറി പിടിച്ചു, അല്ലെങ്കിൽ കടകോലെ കയറി പിടിച്ചു. അപ്പൊ മനസ്സിലാക്കാം ഇതൊന്നും അല്ല യഥാർത്ഥത്തില് ജീവിതത്തിലെ ആനന്ദം, പരമാനന്ദം എന്നുള്ളത് ഈ ഒരു ഭഗവാൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ വീണ്ടും അങ്ങനെ ഒരു അവസരം കൊടുത്തു. അവിടുന്ന് മനസ്സിലായില്ല. വീണ്ടും എന്തായി, ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിട്ട് അവിടുന്ന് പോയി. ഇങ്ങനെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പല അവസരങ്ങളെയും നമ്മൾ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞു. നമുക്കൊക്കെ ന്യായമാണ് അല്ലെ ശരിക്കും. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ ഇപ്പൊ പഞ്ചിക്കാട്ട് നിൽക്കേണ്ട ആളാ ശരിക്കും. ഇന്നലെ ഗംഭീര മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പഞ്ചിക്കാട്ട്. പക്ഷേ ഈ ന്യായമൊന്നും ഭഗവാന്റെ അടുത്ത് ഇതൊക്കെ ന്യായമാണോ യഥാർത്ഥത്തിൽ? അല്ല. അതുകൊണ്ട് വീണ്ടും നോക്കൂ, അവിടുന്ന് ഇപ്പൊ എന്ത് പറ്റി, ആ അടുപ്പത്തുള്ള പാലും കിട്ടിയില്ല, പിന്നെയോ ഭഗവാന്റെ ദേഷ്യവും വന്നു, തൈരും പോയി, വെണ്ണയില്ല, എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. നമ്മുടെ മുമ്പിലേക്ക് വന്ന അവസരങ്ങളെ ഒരിക്കലും അത് എത്ര ത്യാഗത്തോടു കൂടിയാണെങ്കിലും അതിനെ അങ്ങോട്ട് സ്വീകരിച്ചോളാം. അതാണ് ശരിയെന്ന് വിചാരിച്ചോളുക. നമുക്ക് നമ്മളുടെ ബുദ്ധി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പലതും അതല്ല ഇതാണോ ശരി എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് അവിടെ. പക്ഷെ യഥാർത്ഥത്തില് നമ്മൾ എപ്പോഴും നമുക്ക് അവസരങ്ങൾ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ കൊണ്ട് തരുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അതങ്ങോട്ട് അപ്പം അനുഭവിച്ചോളുക. പിന്നത്തേക്ക് വെക്കുകയോ മാറ്റി വെക്കുകയോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയോ ചെയ്യാതെ ഒരു യന്ത്രം പോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു. ഇവിടെ അത് തന്നെയാണ് യശോദാമയെ പലതവണ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഈശ്വരീയത പലതവണ കാണിച്ചു കൊടുക്കുമ്പോഴും അമ്മയ്ക്ക് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പിന്നെയും ഉണ്ണിയല്ലേ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഭാവത്തിലേക്ക് പോകുന്നു. അവിടെ എന്തായാലും നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും തൈര് മുഴുവൻ ഉടഞ്ഞിരിക്കുന്നു, ആ കലം ഉടഞ്ഞിരിക്കുന്നു. അങ്ങ് ദേഷ്യം വന്നു. അപ്പം എന്താ പറയാ, ഓരോ സമയത്തും നമ്മളെ തന്നെ ഈ കാമ ക്രോധ ലോഭ മോഹമത മാത്സര്യാദികളൊക്കെ വരുമ്പോ ഒന്ന് സ്വയം ചിന്തിച്ചാൽ മതി. അതിനുകൊണ്ടാണ്
ഭഗവാൻ ചെറിയ 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 ഹിന്റ് തരുന്നതാണ്. ഇവിടെ ഒന്നും ചിന്തിച്ച ദേഷ്യം അങ്ങോട്ട് വന്നു. എങ്ങനെയാണോ ഭഗവാന് ദേഷ്യം വന്നത് അതിൽ ഇരട്ടിയായിട്ടാണ് ഇപ്പൊ യശോദാമ്മയ്ക്ക് ദേഷ്യം വന്നത്. അവിടെ നിന്ന് ഒരു കിട്ടിയ ഒരു വടി എടുത്തോണ്ട്, വടിയാണെന്ന് വിചാരിച്ച് എടുത്തതാണ്. അത് ആ എന്താണ് കടകോല് കെട്ടിയിട്ടിരുന്ന ആ കയറോ മറ്റാണ്. ആ കയറും എടുത്തോണ്ട് നേരെ പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എങ്ങോട്ടാ പോയെന്നുള്ള അറിയില്ല. അങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരലിന്റെ മുകളില് ഭഗവാൻ ഓരോരുത്തർക്കായിട്ട് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗം കാണുന്നത്. ഇത് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വിഷമമായി. കാരണം ഇനി ഇപ്പം പാല് തിളച്ചു പൊങ്ങിയ പാലില്ല, തൈരില്ല, ഇനി എടുത്തു വെച്ച വെണ്ണയോ അതും കാണുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ വെണ്ണയ്ക്ക് വേണ്ടി കിടന്ന് ബഹളം വെക്കും ഇവിടെ ഉണ്ണി. ആ ദേഷ്യം എല്ലാം കൂടി അങ്ങോട്ട് വന്ന് ആ കയ്യിലിരുന്ന വടിയെടുത്ത് ഇപ്പൊ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടുത്തേക്ക് വന്നു. പക്ഷെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണോ സ്തന്യപാനത്തിന് വേണ്ടി തന്റെ മടിയിലേക്ക് വെച്ച ആ മുഖത്തേക്ക് നോക്കുമ്പോ എന്താ യശോദാമ്മ ചെയ്യാ? അടിക്കാൻ തോന്നുന്നു ആ കുഞ്ഞിനെ. അടിക്കാൻ തോന്നുന്നില്ല. എന്നാലും ആ ഇന്നലത്തെ ഗോപികമാര് വന്ന പരാതികള്, ഇത്രയും ദിവസം നടന്നതായിട്ടുള്ള ഓരോ ലീലകളൊക്കെ വെച്ച് നോക്കുമ്പോ ഇനി ഉണ്ണി എന്തിനാ ഈ ലീലയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടല്ലേ ഗോപികമാർ ഇങ്ങനെ പറയുന്നത് എന്നും പറഞ്ഞിട്ട് വീണ്ടും തന്റെ ആ മനോഭാവം അവിടുന്ന് മാറുന്നു. വടിയെടുക്കുന്നു. വടിയെടുത്ത് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുഖം കാണുന്നു. ആകെ പറ്റുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണാ ഇനി നിന്നെ അടിക്കുന്നില്ല, എന്തായാലും നിന്നെ എന്തായാലും ഇനി കെട്ടിയിട്ടിട്ട് ഇനി അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരല് കൂട്ടിക്കൊണ്ട് ആ ഭഗവാനെ അങ്ങോട്ട് ബന്ധിക്കാൻ വേണ്ടി അങ്ങ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഒട്ടും പറ്റുന്നില്ല. എന്താണ്? യഥാസീതദപി ന്യൂനം തേനാന്യതപി സന്തതേ തദപിദ്യങ്കുലം ന്യൂനം യദ്യദാ ദത്തബന്ധനം. 2 അങ്കുലം, 2 വിരലിന് വ്യത്യാസമായിട്ട് അതങ്ങ് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ. വീണ്ടും അവിടെയുള്ള കയറുകൾ എടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ കാണാൻ വേണ്ടി ഗോപന്മാരും ഗോപികമാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഗോപികമാരോട് അവര് വന്ന് പറഞ്ഞു, യശോദ നീ ഇന്നലെ എന്താ നീ പറഞ്ഞത്? കണ്ണനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്, അല്ലെ? ഇപ്പൊ മനസ്സിലായോ നിനക്ക്? കണ്ണന്റെ വികൃതികളുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പലതും പരിഹസിക്കുമ്പോൾ അവരോട് പറഞ്ഞു, അല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ, എനിക്ക് ആ കണ്ണനെ ഒന്ന് പിടിച്ചു കെട്ടാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവരവിടെയുള്ള ആ ഗോപന്മാരും ഗോപികമാരും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തതായിട്ടുള്ള കയറുകളെ ഒക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഒന്നും ആ കണ്ണനെ കെട്ടാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? യശോദാമ്മ അവിടുന്ന് ഈ എല്ലാം കൊണ്ടുമുള്ള ഒരു വിഷമം, കാരണം തനിക്ക് ഈ തന്റെ ഉണ്ണിയെ ഒന്ന് പിടിച്ചു കെട്ടാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം, ആ ഗോപികമാര് തന്നെ പരിഹസിക്കുന്നതിനായിട്ടുള്ള ഒരു വിഷമം, ഇനി അത് തന്നെയല്ല താൻ ചെയ്തതായിട്ടുള്ള ഓരോ കർമ്മങ്ങള് ഈശ്വരഭാവത്തിലൂടെ ചിന്തിച്ചുകൊണ്ട് താൻ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ യശോദ തന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ ഭഗവാൻ കണ്ടുകൊണ്ട് ആ അമ്മയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആ അമ്മ ഇനി ഈ അമ്മയിട്ട് ഓടിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആദ്യം കൊണ്ടുവന്ന വടിയെ ആ കയർ ഏതാണോ ആ കയർ കൊണ്ട് തന്നെ അമ്മ കെട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ ഗോപികമാരാണെങ്കിൽ ഇപ്പോ യശോദയെ വല്ലാണ്ട് അങ്ങോട്ട് എന്താണ് പരിഹസിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് യശോദ അവിടുന്ന് വിഷമിച്ച് എല്ലാവരുടെ അടുത്ത് ഞാൻ തോറ്റ് തല താത്തണോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അമ്മ തോക്കി അത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറാവില്ല, അതിന് അവർക്കത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ആദ്യം എടുത്ത കയറ് ഏതാ അമ്മ? അമ്മ ആദ്യം നിശ്ചയിച്ചല്ലോ. അമ്മ ആദ്യം വന്നത് എങ്ങനെയായിരുന്നു? ആദ്യം വന്നത് നിന്നെ ഇപ്പൊ പിടിച്ചു കെട്ടിയിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ളൊരു കോപത്തോടു കൂടി. ഈ ഒരു ഭാവമാണ് സത്യത്തില് നമ്മളെ ഒക്കെ ചീത്തയാക്കുന്നത്. ആ യശോദാമ്മ അപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ഭാവമല്ല ഇപ്പൊ എന്തായി? ഇപ്പം ആ വാത്സല്യം, കരുണ എല്ലാം എനിക്ക് ഈ ലോകത്ത് എന്നെ കൊണ്ട് ഒരു കാര്യത്തിനും ഞാൻ വിചാരിച്ചാൽ കൂടില്ല. ഇതെല്ലാം ആ മുകളിൽ നിന്ന് ഒരാൾ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെങ്കിൽ അവിടുന്ന് ക്ഷമിക്കണേ എന്നുള്ള ഒരു വിനയഭാവം അമ്മയുടെ, ആ ഒരു ഭക്തിഭാവം അമ്മയുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ എന്തായി? ആദ്യം എടുത്തതിന് കയറ് തന്നെ ധാരാളമായി എന്നുള്ളതാണ്. ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഭഗവാൻ. അമ്മേ, ആദ്യം അമ്മ എടുത്ത ആ ഒരു കയറില്ലേ, ദേഷ്യപ്പെട്ടെടുത്തൊരു കയറില്ലേ, അതിന്റെ ഭാവം ഒന്ന് മാറ്റി കൊണ്ടുവരൂ. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും എന്തായി? കണ്ണൻ അത് പറഞ്ഞപ്പോഴത്തേക്കും
ആ കണ്ണൻ പറഞ്ഞത് കേൾക്കാനുള്ള ഒരു വിനയം, പിന്നെയോ ആ ഒരു ഭക്തി ഭാവത്തോടു കൂടി ആ കയറും എടുത്തോണ്ട് കണ്ണന്റെ അടുത്തേക്ക് അങ്ങനെ ഉണ്ണി എന്തായാലും ഇനി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉരലിലേക്ക് പിടിച്ചങ്ങോട്ട് കെട്ടി അവിടെ ആ ഭഗവാനെ അവിടെ ചേർത്തു. എന്തായാലും ആ സ്വമാതുസ്വിന്നഗാത്രായ വിസ്ത്രസ്തകപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ. തന്നെ ബന്ധിക്കുവാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള അമ്മയുടെ ആ ഒരു കൃപാകടാക്ഷം കണ്ടുകൊണ്ട് അമ്മയെ അവിടുന്ന് സന്തോഷിപ്പിച്ചു. എന്നിട്ട് അത് തന്നെയല്ല, എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഏവം സന്ദർശിതാഹ്യംഗഹരിണാഭൃത്യവശ്യത സ്വവശേനാപി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. അവിടെ ആ അമ്മയുടെ പരിശ്രമം കണ്ടതായിട്ടുള്ള കൃഷ്ണൻ കാരുണ്യത്തോടു കൂടിയിട്ട് അമ്മയ്ക്ക് ബന്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹം അവിടുന്ന് കൊടുത്തു. അത് തന്നെയല്ല, നേമം വിരിഞ്ചോന്ന ഭവോന്ന ശ്രീരപ്യംഗസംശ്രയ. അവിടെ ബ്രഹ്മാവായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് മഹാദേവനായിക്കോട്ടെ, ശ്രീരപ്യംഗസംഗ്രഹം ആരുടെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിക്ക് പോലും കിട്ടാത്തത് ഒരു സൗഭാഗ്യമാണ്. സ്വവശേനാപി കൃഷ്ണേന യസ്യേദം സേശ്വരം വശേ. അല്ലെ, ആ ഈശ്വരനെ തന്റെ വശത്താക്കിക്കൊണ്ട് തന്നോട് ചേർത്ത് നിർത്തുവാൻ പ്രസാദം ലേഭിരേ ഗോപി എത്തൽ പ്രാപ വിമുക്തിതാൽ. ആ യശോദയ്ക്ക് കിട്ടിയതായിട്ടുള്ള ഭാഗ്യം, അല്ലെ, ഒരു ബ്രഹ്മാവിനോ മഹാദേവനോ അല്ലെങ്കിൽ എന്നും മാർവിടത്തില് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ലക്ഷ്മി ഭഗവതിക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ഒരു ഭാഗ്യം ആ യശോദാമയ്ക്ക് കിട്ടിയതായിട്ട് പറയുന്നു. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതാജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാഭക്തിമതാമിഹ. അങ്ങനെ ഭഗവാൻ ഭക്തന്മാർക്ക് എങ്ങനെയാണോ വശംവദനാകുന്നത് അതുപോലെ ആ ശരീരത്തെ അഭിമാനികളായിട്ടുള്ള അല്ലെങ്കിൽ ശരീരാഭിമാനം മുഴുവൻ വിട്ടതായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് പോലും ജ്ഞാനീനാം ആത്മഭൂതാനാം യഥാഭക്തിമതാമിക, അങ്ങനെയുള്ള ആ മുനീശ്വരന്മാർക്കോ ജ്ഞാനികൾക്കോ യോഗികൾക്കോ പോലും പ്രാപ്തമാകാത്തതായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടാത്തതായിട്ടുള്ള ഒരു സൗഭാഗ്യം ആ ഗോപിയായിട്ടുള്ള വ്രജത്തില്, അല്ലെ, സാധാരണ ഒരു സ്ത്രീ ആയിക്കൊണ്ട് ജനിച്ചതായിട്ടുള്ള യശോദയ്ക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായ മാതരി പ്രഭു അദ്രാക്ഷീദർജുനോ പൂർവം ഗുഹ്യകോ ധനദാത്മജോ. എന്തായാലും അവിടെ യശോദാമ്മ ആ ഉണ്ണിയെ ആ ഉരൽ വലിച്ചു കെട്ടിയിട്ടിട്ട് നേരെതാ ആ ഉള്ളില് ഗൃഹകൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോഴാണ് ഓർത്തത് വൈശ്രവണന്റെ പുത്രന്മാരായിട്ടുള്ള നളകൂപരനും മണിഗ്രീവന്റെയും അവർക്ക് ഇന്നിപ്പോ അവര് വൃക്ഷങ്ങളായിക്കൊണ്ട് അവിടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് മോക്ഷം കൊടുക്കേണ്ട ഒരു കാര്യം ഭഗവാന്റെ ശ്രദ്ധയിലേക്ക് വിട്ടു. പിന്നീട് ആ നളകൂപര മണിഗ്രീവന്മാർക്ക് മോക്ഷം കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ ആ അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഇപ്പൊ നമുക്കിന്ന് ആ ഭാഗവത പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.